ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വാങ്ങി ഇതുപോലെ വറ്റൽമുളകൊക്കെ ബാലൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൂപ്പിലൊക്കെ വരാറുണ്ട്. നമ്മളത് പൊട്ടിക്കുന്ന സമയത്ത് അതിനുള്ളിൽ കറുപ്പ് കളറായിട്ട് ചെറിയൊരു പുക പോലെയൊക്കെ വരാറുണ്ട് അല്ലേ. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ആ കവറിലുണ്ടായിരുന്ന വറ്റൽമുളക് മുഴുവനായിട്ട് ഇതുപോലെയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊക്കെ പൊടിപ്പിക്കുന്ന സമയത്ത് ചില ആളുകൾ മുളകിൻ്റെ ഞെട്ടിയൊക്കെ കളയാറുണ്ട്. ഞാനിവിടെ എപ്പോൾ പൊടിക്കുന്ന സമയത്തും ഈ ഒരു ഞെട്ട് കളയാറില്ല കേട്ടോ. ആ ഞെട്ടിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് പൊടിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഞാനിതാ നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്തും ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു ബോട്ടിലിന് ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ മുളകും ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കീപ്പ് ചെയ്യുന്ന സമയത്ത് കേടുവന്ന മുളകൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് എടുത്ത് മാറ്റണം കേട്ടോ. ഞാനിത് ഈ മുളക് മുഴുവനായിട്ട് ഈ ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ലിഡ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ബോട്ടിലോ അതല്ലെങ്കിൽ അതിൻ്റെ ലിഡിലോ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വേണം മുളക് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നാളുകളല്ല മാസങ്ങളോളം വറ്റൽ മുളക് കേടുകൂടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഫ്രിഡ്ജ് ഇല്ലെങ്കിലോ അതല്ലെങ്കിൽ ഫ്രിഡ്ജ് യൂസ് ചെയ്യാതെ നമുക്ക് വറ്റൽമുളക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സിമ്മിലാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ ഈ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പൊടിക്കാനൊക്കെ മുളക് വറുക്കുന്ന അത്രയും ആവണ്ട കേട്ടോ. അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ ഞെട്ടൊന്നും മാറ്റിയിട്ടില്ല. ഒത്തിരി മുളകൊന്നും നമ്മൾ പൊടിക്കാതെ കീപ്പ് ചെയ്യാറില്ല. നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് വരുന്ന മുളകൊക്കെയാണ് കീപ്പ് ചെയ്യാറുള്ളത്. അത് ഈ ഒരു രണ്ട് രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ മുളകിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചൂടാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ പൊടിക്കാനെടുക്കുന്ന ആ ഒരു പരുവത്തിലാവരുത്. ഈ ഒരു രീതിയിലൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇനി ഇത് നല്ല പോലെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം ബോട്ടിലേക്ക് മാറ്റാനായിട്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മൾ ചൂടാക്കാനായിട്ട് എടുത്ത ആ പാത്രത്തിൽ തന്നെ കീപ്പ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ആ ഒരു ബോട്ടിലേക്ക് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ബോട്ടിൽ മുഴുവൻ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജൊക്കെ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കാവും. അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത്. ഫ്രിഡ്ജൊക്കെ ഇല്ലാത്ത ആളുകൾക്ക് മുളകൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിത് ഈ ബോട്ടിലേക്ക് മുഴുവൻ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിലും ഒത്തിരി നാൾ നമുക്ക് മുളക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ യൂസ് ചെയ്യുന്ന ധാന്യങ്ങളിൽ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ ചെറിയ പ്രാണികൾ വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പാനെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുപയറാണ്. അപ്പോൾ ഞാനിത് ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന ചെറുപയർ മുഴുവനായിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി അതിൻ്റെ കളറ് ചേഞ്ച് ആവാനോ ഒന്നും പാടില്ല. ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ എനിക്കിത് നല്ലപോലെ ഈ ഒരു ചെറുപയർ ചൂടായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം.
ഇപ്പോൾ അതാ നല്ലപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ഇട്ട് വെച്ചിരുന്ന അതേ ബോട്ടിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ചൂടാറി കഴിഞ്ഞതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞാലും പയറുവർഗ്ഗങ്ങളിൽ ചെറിയ ചെറിയ പ്രാണികളൊന്നും വരില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ദോശച്ചട്ടിയിൽ പെട്ടെന്ന് തന്നെ എണ്ണമയവും അഴുക്കൊക്കെ പറ്റിയിട്ട് ദോശയൊക്കെ കിട്ടാണ്ട് വരാറുണ്ട്. അത് സോൾവ് ചെയ്യാനും പെട്ടെന്ന് തന്നെ ദോശപ്പാന് നല്ല പോലെ ക്ലീനാക്കി എടുക്കാനും പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അവസാനത്തെ ടിപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പൂൺ അതിൻ്റെ ഏറ്റവും എഡ്ജിലേക്ക് പോവാതെ സെൻറ്റർ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ വേണം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ആ ഒരു കുഞ്ഞു പാത്രം ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്പൂണ് സെൻറ്റർ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പൂണിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ 2 റബ്ബർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു താഴോട്ട് നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. എന്നിട്ട് ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ദോശച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അപ്പം ചുടുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഒരു ഫ്രീസ് ചെയ്തിട്ടുള്ള ഐസ് നന്നായിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഫ്ലെയിം ഓൺ തന്നെയാണ്. ഇതുപോലെ സ്പൂൺ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് പാനിൻ്റെ ഏത് ഭാഗത്തേക്ക് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല കൈ പൊള്ളുന്നതോ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഐസൊക്കെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ആ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത്യാവശ്യം എണ്ണമഴവും അഴുക്കൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു പാനിൻ്റെ എഡ്ജ് ഈ ഒരു ഐസിൻ്റെ എഡ്ജ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇത്രയും ആ ഐസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ തന്നെ അഴുക്കും എണ്ണയൊക്കെ എനിക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ചുടുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ചട്ടിയിലുണ്ടായിരുന്ന അഴുക്ക് വെള്ളം എല്ലാം കളഞ്ഞ് വീണ്ടും സ്റ്റൗവിൽ വെച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എനിക്കൊരു ആ പാനിലുണ്ടായിരുന്ന എല്ലാ അഴുക്കും അതിൻ്റെ സൈഡിലായിക്കോട്ടെ അതിൻ്റെ പിടിയിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. സോപ്പൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിനേക്കാളിൽ എനിക്കിത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഈ ഒരു ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശച്ചട്ടിയിൽ അപ്പം പിടിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അപ്പങ്ങൾ ചുട്ടെടുക്കാൻ പറ്റും. ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.